ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ഷെഫ് സുരേഷ് പിള്ളയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വേണാട് പാൽക്കൊഞ്ചാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുള്ള 350 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാനിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 30 മിനിറ്റ് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രമേ അതിന് ആവശ്യമുള്ളൂ. ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതുകൊണ്ട് 2 സൈഡും 1-2 മിനിറ്റ് വീതം കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് സമയം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യരുത്, അത് കട്ടിയായി പോവും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ 3-4 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്മീൻ ബാക്കി വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഞാനിവിടെ 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെമ്മീനിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല, ഒരുപാട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കരുത്. ഇനി നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ച് ഗ്രേവിയുള്ള സമയത്ത് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള മുഴുവൻ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ചെറിയ സ്പൈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേണാട് പാൽക്കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി സാധാരണ ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.